ഡ്രാഗൺ ബൂസ്റ്റർ കാർട്ടൂണിന് നമുക്കിടയിൽ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഫാൻ ബേസ് ഈ കാർട്ടൂൺ ഒറിജിനലായി റിലീസായപ്പോൾ ഇതിനുണ്ടായിരുന്നില്ല. അങ്ങനെ കമ്പനിക്ക് നഷ്ടം വന്ന് ഫൈനൽ സീസൺ ക്യാൻസൽ ചെയ്ത് എല്ലാം പൂട്ടിയാണ് അവർ പോയത്. ശരിക്കും അത്രയും നഷ്ടം വരേണ്ട ഒരു കാർട്ടൂൺ അല്ല ഇത്. ബെൻടം പോലെ അല്ലെങ്കിൽ ജാക്കിച്ചാൻ പോലെ അല്ലെങ്കിൽ അവതാർ ലാസ്റ്റ് എയർ ബെൻഡർ പോലെയൊക്കെ നല്ലൊരു ഫാൻ ബേസ് വരേണ്ട, ആളുകൾ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള കാർട്ടൂൺ ആയിരുന്നു. അങ്ങനെ ഒരു കാർട്ടൂണിന് വേണ്ട എല്ലാം ഇതിലുണ്ട്. പക്ഷെ കമ്പനിക്ക് വേണ്ട ഒരു സംഭവം ഈ ഒരു കാർട്ടൂണിൽ ഉണ്ടായിരുന്നില്ല. സ്റ്റോറിയാണോ കുഴപ്പമെന്ന് നോക്കിയാൽ ഇതിന്റെ സ്റ്റോറിക്ക് ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. 10 കൊല്ലമായതുകൊണ്ട് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്നറിയില്ല. അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോറി പറയുമ്പോൾ ഓർമ്മ വരാം. മികച്ചൊരു സ്റ്റോറി തന്നെയായിരുന്നു. സ്റ്റോറിയിൽ പക്ഷെ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ആദ്യം നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഈ ഒരു സ്റ്റോറി നടക്കുന്നത് തന്നെ വേറൊരു യൂണിവേഴ്സിലാണ്. ഇവിടെ ഡ്രാഗനും മനുഷ്യരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ ഡ്രാഗൺ ബൂസ്റ്റർ എല്ലാം ജനിക്കുന്നതിന് മുന്നേ ഒരു 10,000 കൊല്ലം മുന്നേ സ്റ്റോറി തുടങ്ങി. അന്ന് അവിടെ നമ്മൾ ഈ കാണുന്ന ടൈപ്പ് ഗോൾഡൻ ഡ്രാഗൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ ഗോൾഡൻ ഡ്രാഗൺസ് പരിണമിച്ചു. ഒരു 7,000 കൊല്ലം കൊണ്ട് പരിണമിച്ച് 13 കളറിൽ 13 ടൈപ്പ് ഡ്രാഗൺസ് ഉണ്ട്. ഈ ഓരോ ഡ്രാഗനെയും ഓടിക്കുന്ന ഓരോ വിഭാഗം ആളുകളും ഉണ്ടായി. അപ്പോൾ 13 ടൈപ്പ് ഡ്രാഗൺസും ഉണ്ട്. 13 ടൈപ്പ് തന്നെ ഓരോ ഡ്രാഗനെയും ഓടിക്കുന്ന പ്രത്യേക ജനവിഭാഗവും ഉണ്ട്. കറുത്ത ഡ്രാഗൻ, ചുവപ്പ് ഡ്രാഗൻ, പച്ച ഡ്രാഗൻ, നീല, പർപ്പിൾ, ഓറഞ്ച്, ബ്രൗൺ, വൈറ്റ്, ഗ്രേ, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, ടർക്കോയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കളർ. പക്ഷെ ഇവരെക്കാളെല്ലാം പവർഫുൾ ആയ ഏറ്റവും ലിജൻഡറി ആയ ബ്രീഡാണ് ഗോൾഡൻ ഡ്രാഗൺ. ഗോൾഡൻ ഡ്രാഗന് വംശനാശം സംഭവിച്ചു. അങ്ങനെ ഈ 13 ടൈപ്പ് എംപയേഴ്സ് ആധിപത്യം നേടിയെടുക്കാൻ വേണ്ടി ഓരോരുത്തരും പരസ്പരം തമ്മിലടിച്ചു തുടങ്ങി. ഈ യുദ്ധത്തിനിടയിൽ ഒരുപാട് ഡ്രാഗൺസ് ചത്തുപോയി. അങ്ങനെ എല്ലാ ഡ്രാഗൺസും കൂടി ഒന്നായി തങ്ങളെ വെച്ച് യുദ്ധം ചെയ്യുന്ന ആ എംപയേഴ്സിനോട് തന്നെ തിരിയുന്നു. അങ്ങനെ ഡ്രാഗൺസ് മനുഷ്യർക്കെതിരായി യുദ്ധം ചെയ്തു തുടങ്ങി. ഇതുകൊണ്ട് തന്നെ പിന്നീട് മനുഷ്യരും പരസ്പരം ഒന്നിക്കുന്നു, തിരിച്ച് ഡ്രാഗൺസിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഇതാണ് ഡ്രാഗൺ ഹ്യൂമൻ വാർ. ഇങ്ങനെ വന്നാൽ ലോകം തന്നെ നശിക്കും. ഇതുകൊണ്ട് തന്നെ ഒരു അവസാനത്തെ നല്ല ഗോൾഡൻ ഡ്രാഗൺ ഒരു മനുഷ്യനുമായി ബോണ്ടാവുന്നു. അങ്ങനെ അന്നൊരു ഡ്രാഗൺ ബൂസ്റ്റർ ഉണ്ടായി. നമ്മുടെ ഹീറോ ഡ്രാഗൺ ബൂസ്റ്ററിന്റെ കാര്യമല്ല പറയുന്നത്. ഇത് ആയിരക്കണക്കിന് വർഷം മുന്നേ നടന്ന സംഭവമാണ്. ആ പഴയ ഡ്രാഗൺ ബൂസ്റ്റർ ഓരോ എംപയേഴ്സിലും പോയി നല്ല ബൂസ്റ്റേഴ്സിനെ ഉണ്ടാക്കിയെടുത്തു. ഷാഡോ ബൂസ്റ്റർ, ഫയർ ബൂസ്റ്റർ, സൺ ബൂസ്റ്റർ, അങ്ങനെ ഓരോ എംപയേഴ്സിലും പോയി ഓരോ നല്ല ബൂസ്റ്റേഴ്സിനെ ഉണ്ടാക്കിയെടുത്ത് അവരുടെ ഹെൽപ്പോട് കൂടി ഈ ഒരു വാർ അങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെ ഡ്രാഗൺ ഹ്യൂമൻ വാർ കഴിഞ്ഞിട്ട് ഇപ്പോൾ 3000 വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് നടക്കുന്ന സ്റ്റോറിയാണ് നമ്മൾ കാണുന്നത്. 3000 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും വീണ്ടും ഒരു ഡ്രാഗൺ ഹ്യൂമൻ വാർ നടക്കാനുള്ള ഒരു സാധ്യത വരുന്നു. ഇത് തടയാനായി ഡ്രാഗൺ ബൂസ്റ്റർ അക്കാഡമി എന്നൊരു അക്കാഡമി നിലവിൽ വരുന്നു. ഡ്രാഗൺ ഹ്യൂമൻ വാർ തടയാനുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒരു ഡ്രാഗൺ ടെമ്പിളും ഉണ്ട്. അവിടുത്തെ പ്രീസ്റ്റ് പറയുകയാണ്, ഇനിയൊരു ഡ്രാഗൺ ബൂസ്റ്ററിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിനും ഒരു ഗോൾഡൻ ഡ്രാഗൺ വേണം. അപ്പോൾ ഗോൾഡൻ ഡ്രാഗനെ ബ്രീഡ് ചെയ്യണമെന്ന് പറയുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഡ്രാഗൺ ബൂസ്റ്റർ അക്കാഡമിയിൽ സെലക്ട് ആവുന്ന 2 പേരാണ് നമ്മുടെ നായകന്റെ ഡാഡിയും വില്ലനും. ഇവരെ ടെമ്പിളിലേക്കും കൊണ്ടുവന്ന് പ്രത്യേക ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നു. ആ ഒരു വില്ലനാണെങ്കിൽ ചില ഇല്ലീഗൽ ഡ്രാഗൺ ഗിയർ ബിസിനസ് ചെയ്തു. അങ്ങനെ അവനെ പുറത്താക്കി. പക്ഷെ നായകന്റെ ഡാഡി ആൾക്ക് നല്ല ട്രെയിനിങ് എല്ലാം കൊടുത്ത് മികച്ചൊരു ഡ്രാഗൺ ബ്രീഡറാക്കി. അങ്ങനെ ഒരു ഗോൾഡൻ ഡ്രാഗനെ വരെ ആള് ബ്രീഡിപ്പിച്ചു. ഈ സമയം വില്ലൻ ഇല്ലീഗൽ ബിസിനസ് തുടർന്നുകൊണ്ടേയിരുന്നു. ഇവ മഹാവെടക്കായ ഒരു വില്ലനാണ്. ഈ വില്ലൻ ക്യാരക്ടറിന്റെ മലയാള സൗണ്ട് ചില സിനിമകളും മലയാളം ഡബ് ചെയ്യുമ്പോൾ അതിലെ വില്ലൻ ക്യാരക്ടേഴ്സിന്റെ സൗണ്ടുമായി നല്ലൊരു മാച്ചിങ് ഉണ്ട്. ചിലപ്പോൾ ഒരേ ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഡ്രാഗൺ ബൂസ്റ്ററിന്റെ മലയാളം എവിടെയും കിട്ടാനില്ല. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാമായിരുന്നു. മലയാളം വേണമെങ്കിൽ കൊച്ചു ടി വി തന്നെ ടെലികാസ്റ്റ് ചെയ്യണം. ഏകദേശം ഒരു 2015 ടൈമിലാണ് ഡ്രാഗൺ ബൂസ്റ്റർ ലാസ്റ്റ് കൊച്ചു ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തത്. ഏകദേശം 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലത്തിന് ശേഷം നമ്മുടെ ഗ്ലോറിയസ് ഹൗസ് വീണ്ടും കൊച്ചു ടി വിയിൽ തിരിച്ചു വന്നിരുന്നു. പിന്നീട് 2 കൊല്ലം ഉണ്ടായിരുന്നു. 3 മാസങ്ങൾക്ക് മുന്നേ വരെ ഉണ്ടായിരുന്നു. ഇതുപോലെ ചിലപ്പോൾ ഡ്രാഗൺ ബൂസ്റ്ററും വരാം. പിന്നെ നിങ്ങളിൽ പലരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മളിട്ടിരുന്ന ഒഡിയൻ വീഡിയോസ് കണ്ട് ഒഡിയൻ ബുക്ക് പ്രീ ബുക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് ബുക്കിന് പുറമെ 3 ടൈപ്പ് സാധനങ്ങളായിരിക്കും വീട്ടിൽ വരിക. ബുക്ക് ഉണ്ടാവും, അതിനോടൊപ്പം പോസ്റ്റ് കാർഡ് ഉണ്ടാവും, ബുക്ക് മാർക്കും ഉണ്ടാവും. റിലീസ് ആവാൻ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ടൈമാണ്. ഒരു ബുക്ക് റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ബുക്ക് മാത്രമേ മേടിക്കാൻ പറ്റൂ. പ്രീ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് ബുക്ക് മാർക്കും പോസ്റ്റ് കാർഡും ഉണ്ടാവും. അങ്ങനെ ഇന്ന് വന്ന കളരിക്കാരെയും ഒടിയൻ തോൽപ്പിച്ചു. ആർക്കും അവനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അവൻ അങ്ങനെ വീട്ടിലേക്ക് പോയി ഒടിയൻ മേക്കപ്പ് എല്ലാം അഴിക്കുകയായിരുന്നു. ഒരു യഥാർത്ഥ ഒടിയനിൽ നിന്ന് മോഷ്ടിച്ച ആ തൈലത്തിന്റെ ബലത്തിലാണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. ഇവൻ വെറും ഒരു കള്ളനാണ്. യഥാർത്ഥ ഒടിയൻ എന്താണെന്ന് പോലും അറിയില്ല. പെട്ടെന്നാരോ ഡോറിൽ മുട്ടുന്ന ശബ്ദം. പെട്ടെന്ന് കതക് തകർന്നു. അവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ പേടിച്ചു പോയി. തന്റെ വീടിന് മുന്നിൽ യഥാർത്ഥ ക്രൂരമായ ഭൂമിയിലെ അവസാന ഒടിയൻ വേലായുധം വന്നിരിക്കുന്നു.
അപ്പോൾ ഇതാണ് മാൻകൈൻഡ് കമ്പനിയുടെ ഒടിയൻ വേലായുധൻ. ഈ ബുക്കിന്റെ പേര് തന്നെ വില്ലന്റേതാണ്. ഒടിയൻ വേലായുധൻ ഒരു മാസ് വില്ലനാണ്. നമ്മൾ മൊബൈലിന്റെ സ്ക്രീൻ ടൈം അല്പം കുറച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ബുക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് തന്നെ നല്ലതാണ്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ബുക്ക് ലവ് സൈറ്റിലേക്ക് വരാം. മാൻകൈൻഡിന്റെ ഒഫീഷ്യൽ സൈറ്റാണ് ബുക്ക് ലവ്. ഇവിടെ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ് ലൈൻ 1-ലോ 2-ലോ ഏതെങ്കിലും ഒരെണ്ണത്തിലെ അഡ്രസ്സും കൊടുക്കാം. ഫ്ലിപ്കാർട്ട്, ആമസോണിലെല്ലാം ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈസിയായി കോപ്പി പേസ്റ്റ് അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത്. അപ്പോൾ ആ ഒരു വില്ലൻ ഇല്ലീഗൽ ബിസിനസ്സും ഡ്രാഗൺ റൈസും നടത്തി പണമുണ്ടാക്കി. നായകന്റെ ഡാഡി ബ്രീഡിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്ത ഗോൾഡൻ ഡ്രാഗൺ ജനിച്ച ദിവസം തന്നെയായിരുന്നു ആൾക്ക് മകനും ജനിക്കുന്നത്. ഈ ഒരു ഗോൾഡൻ ഡ്രാഗന് പണ്ടുണ്ടായിരുന്ന അതേ ഗോൾഡൻ ഡ്രാഗന്റെ പേരിട്ടു. ബോ എന്നാണ് പേര്. മകന് പേരിട്ടത് ആർതർ പെൻ. പിന്നീട് മറ്റൊരു മകൻ ജനിച്ചു, അതാണ് ലാൻസ് പെൻ. ആർതർ പെൻ ജനിക്കുന്ന ടൈമിൽ തന്നെ വില്ലനും ഒരു മകൻ ജനിച്ചിരുന്നു. ഇവൻ വില്ലനേക്കാൾ മഹാവടക്കായ അങ്ങനെ ഒരു വില്ലനല്ല, എവിടേക്കോ നന്മകളുള്ള അങ്ങനെയുള്ള ഒരു വില്ലനാണ്. അതായത് ഒരു ആന്റി ഹീറോ ക്യാരക്ടറാണ്. ഒരു തവണ നമ്മുടെ ഗോൾഡൻ ഡ്രാഗൺ വരെ ഇവനെ റൈഡറായി ചൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യമെല്ലാം ഇവൻ ആർതറിന്റെ വില്ലനായിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ ഇവർ തമ്മിൽ ഒരു ബോണ്ടായി. അങ്ങനെ സീസൺ 3യുടെ അവസാനമായപ്പോൾ ആളൊരു ഷാഡോ ബൂസ്റ്ററായി മാറുന്നുണ്ട്. ഷാഡോ ബൂസ്റ്ററും പണ്ടുണ്ടായിരുന്നതാണ്. പണ്ടും ഒരു ആന്റി ഹീറോ ആയിരുന്നു. പണ്ട് ഡ്രാഗൺ ഹ്യൂമൺ വാർ തടയാൻ ഷാഡോ ബൂസ്റ്ററും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആർതറിന്റെ അനിയൻ ഫ്യൂച്ചറിൽ എനർജി ബൂസ്റ്റർ ആവുമായിരുന്നു. ആർതറിന്റെ ഗേൾഫ്രണ്ട് ഫ്യൂച്ചറിൽ ഫയർ ബൂസ്റ്റർ ആവുമായിരുന്നു. ഇതുപോലെ ആർതറിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് പവർ ബൂസ്റ്റർ ആവാനുള്ള ഗിയർ കിട്ടുന്നുണ്ട്. പവർ ബൂസ്റ്റർ ആവുന്നത് സീസൺ 4-ലോ 5-ലോ ആയിരുന്നു. ഇതുപോലെ ഈ ഒരു വില്ലൻ സീസൺ 3യുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ മകന്റെ പോലെ തന്നെ ഒരു ആന്റി ഹീറോയായി മാറും. നായകന്റെ ഡാഡിയും വില്ലനും തങ്ങളുടെ 2 മക്കളെയും, അതായത് ഡ്രാഗൺ ബൂസ്റ്ററെയും ഷാഡോ ബൂസ്റ്ററെയും ഒറിജിനൽ വില്ലനെതിരെ വിടുന്നു. ഒറിജിനൽ വില്ലന്റെ ഗ്രാൻഡ് എൻട്രി സീസൺ 4-ലോ 5-ലോ ആയിരുന്നു. പക്ഷെ ഇത് സീസൺ 3 വരെ ഇറങ്ങിയുള്ളൂ. സീസൺ 4ഉം 5ഉം ക്യാൻസൽ ആയതുകൊണ്ട് നമുക്കിത് കാണുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്തതെന്നാൽ ഡ്രാഗൺ ബൂസ്റ്റർ 2004 ടൈമിൽ ട്യൂൺ ഡിസ്നി, ജെറ്റിക്സ് ഇതിലെല്ലാമാണ് റിലീസായത്. ഒരു കനേഡിയൻ കാർട്ടൂണാണ്. ആ ഒരു ടൈമിൽ ഹൈ കോമ്പറ്റീഷൻ ആയിരുന്നു. അതുകൊണ്ട് വലിയൊരു ഓഡിയൻസ് ഈ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു ആവറേജ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഡ്രാഗൺ ബൂസ്റ്ററിന്റെ കമ്പനി ഈ ഒരു കാർട്ടൂൺ ഉണ്ടാക്കിയത് തന്നെ ടോയ്സ് വിൽക്കാൻ വേണ്ടിയായിരുന്നു. ആ ടോയ്സ് മര്യാദയ്ക്ക് വിറ്റുപോയില്ല. പല കമ്പനീസും കാർട്ടൂൺ നല്ല രീതിയിൽ സക്സസ് ആക്കി പിന്നീട് ടോയ്സ് വിൽക്കും. പക്ഷെ ഇവർ ആദ്യമേ ടോയ്സ് വിൽക്കാൻ പ്ലാൻ ചെയ്തു. ചില കമ്പനീസ് ടോയ്സ് വിറ്റ് കാർട്ടൂണിനേക്കാൾ പൈസ ഉണ്ടാക്കും. ചില സിനിമകളും അങ്ങനെയാണ്. നമ്മുടെ മാർവൽ കമ്പനിയുടെ കാര്യം നോക്കിയാൽ സ്പൈഡർമാന്റെ റൈറ്റ്സ് സോണിയുടെ കയ്യിലാണ്. ഇവര് പണ്ട് വിറ്റതാണ്. അപ്പോൾ സ്പൈഡർമാൻ സിനിമ ഇറങ്ങിയ ഭൂരിഭാഗം പൈസയും സോണിക്കാണ്. കുറച്ച് പൈസ മാത്രമേ മാർവലിന് കിട്ടുകയുള്ളൂ. അത് ആ സിനിമയിൽ നിന്നുള്ള പൈസയാണ്. പക്ഷെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് മാർവൽ സ്പൈഡർമാന്റെ കോമിക്സ് വിൽക്കും, ടോയ്സ് വിൽക്കും. അങ്ങനെ മെർച്ചൻസ് വിറ്റ് സിനിമയേക്കാൾ കൂടുതൽ പൈസ അവർക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതുപോലെ തന്നെയാണ് ചില കാർട്ടൂൺസിന്റെ കാര്യവും. പക്ഷെ ഡ്രാഗൺ ബൂസ്റ്ററിന് അത് പറ്റിയില്ല. അങ്ങനെ ടോയ്സ് വിറ്റ് പോകാത്തതുകൊണ്ട് ഡ്രാഗൺ ബൂസ്റ്റർ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞത് ഡ്രാഗൺ ബൂസ്റ്ററിന്റെ വോയിസ് ആക്ടർ തന്നെയാണ്. നിങ്ങൾ ഡ്രാഗൺ ബൂസ്റ്ററിന്റെ ഫാൻ ആണെങ്കിൽ ഉറപ്പായും ഡ്രാഗൺ ബൂസ്റ്ററിന് ഒരു ലൈക്ക് അടിക്കുക.